ചേട്ടോ വേണ്ടടാ. ചേട്ടാ എന്തുവാടാ? ഇതിന്റെ പേര് വയാഗ്ര എന്നാണ്. എന്നുവെച്ചാൽ ഇത് യൂസ് ചെയ്താൽ വാടിപ്പോയതെല്ലാം അങ്ങനെ തളർത്ത് പതുക്കെ പറയടാ കഴുത. എന്താ ഏട്ടാ? ഇടങ്ങാനും അയാൾ കേട്ടാനുണ്ടല്ലോ, നിന്നെ നിന്റെ കുടുംബത്തെ അയാൾ കൂട്ടബലാത്സംഗം ചെയ്യും. അയാൾക്ക് ഈ കാര്യത്തിൽ നോർമലായിട്ട് ചെയ്യാൻ അറിയില്ല. മിന്നു കെട്ടി കൊണ്ടുവന്നവളെ പോലും റേപ്പല്ലേ ചെയ്തത്. ഭാര്യയെ റേപ്പ് ചെയ്തു. പാവം ആ പെണ്ണ്. എപ്പോഴും നിങ്ങളുടെ കണ്ണിൽ ഞാൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, മനസ്സിലായോ? അതെങ്ങനെയാ ഞാൻ പറയട്ടെ, കാണിക്കട്ടെ. നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? എത്ര നേരമായിട്ട് ഞാൻ കാത്തിരിക്കാന്നറിയോ? ഒന്ന് വേഗം വരുന്നേ. എന്താ ഇത്? വേട്ടക്കാരൻ എപ്പോഴും തന്റെ തോക്കാണ് ജീവനെന്ന് പറയാറുണ്ട്. നിങ്ങളുടെ തോക്കെന്താ തുരുമ്പെടുത്ത് പൊട്ടിപ്പോയോ? എന്റെ സ്വാമി, ഈ മനുഷ്യരൊക്കെ സെക്ഷന് വ്യത്യസ്തരായിരിക്കുന്നേ. ഇപ്പൊ ഈ മാമാ സ്വാമിനെ തന്നെ എടുത്തോ. കള്ളു കുടിച്ചാൽ മാത്രമേ പൂശാൻ പോകും. ചിലരോ സ്ഥലം മാറിയെന്നും പറഞ്ഞ് സെക്സ് അവോയ്ഡ് ചെയ്യും. മറ്റു ചിലരോ ഫേസ് മാറിയെന്നും പറഞ്ഞ് അത് ഒഴിവാക്കും. എപ്പോഴും ഒരുപോലെ തന്നെ ഉണ്ടാവണമെന്ന് കൊതിക്കല്ലേ സ്വാമി? ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നടക്കണമെന്ന് വെച്ചാൽ സാധാരണ കാര്യമാണോ? ബലാത്സംഗമല്ലേ സ്വാമി ചെയ്തോണ്ടിരുന്നേ. 4 ദിവസം കഴിയുമ്പോ ഇതൊക്കെ ശരിയാവുന്നേ. സ്വാമി, ആദ്യ രാത്രി ഒന്ന് ആഘോഷിക്കേ. പെണ്ണവിടെ വെയിറ്റിംഗ് അല്ലേ? മാമാ പെണ്ണിന്റെ കണ്ണിൽ ഭയവും കണ്ണീരും കണ്ടാലേ എനിക്കൊരു ഹരമുണ്ടാകൂ. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഇപ്പോഴാണ് എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടത്. വാടി വാടി വാടി. ഇതാണ് നടന്ന സംഭവം. എടാ, ഇതൊന്നും ഇതുവരെ ആർക്കും അറിയില്ല. ഇനി ആരെങ്കിലും അറിഞ്ഞാൽ ഒരുത്തരും പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. നിന്റെ അച്ഛനമ്മമാര് ചെയ്ത പുണ്യാണെന്നല്ലാതെ എന്തു പറയാൻ. അവന്റെ കൈ കുടുങ്ങിയിട്ട് നിന്റെ ജീവൻ പോകാതിരുന്നത് ഭാഗ്യം. ഇനിയും നീ ഇവിടെ കിടന്ന് ജീവൻ കളയേണ്ട മോളെ. നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോമോളെ. ഞാൻ ജീവിച്ചിരിക്കാൻ കാരണം എന്റെ ഭാഗ്യമല്ല, അവന്റെ ബലഹീനതയാ. സൂക്ഷിച്ചു മോളെ. അതെന്താന്ന് അറിഞ്ഞാൽ ഇനി ഒരു പെണ്ണിനെ അവന് നശിപ്പിക്കാൻ പറ്റില്ല. അതിന് വേണ്ടത് കുറച്ച് ധൈര്യം മാത്രമാണ്. മാനം പോവും, നശിച്ചു പോകുന്ന ഒരു പേടിയും ഇല്ലാതെ അവന്റെ മുമ്പ് ധൈര്യമായിട്ട് നിൽക്കണം. അപ്പൊ അവൻ ഒന്നും ചെയ്യില്ല. അതാണ് അവന്റെ ബലഹീനത. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നു, സന്തോഷം. എന്നാൽ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും എന്റെ പരിസ്ഥിതിയിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും കാണാൻ പോയിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾ ഇവിടെ വരാൻ കാരണം എന്നോടുള്ള സ്നേഹമല്ല, നിങ്ങൾക്കുള്ള ധൈര്യമാണ്. ഈ ജീവിതം നിങ്ങൾക്ക് ശീലമായി, ഈ ക്രൂരത കണ്ട് ശീലമായി. ഒരു പ്രാവശ്യമെങ്കിലും ധൈര്യമായിട്ടിരുന്ന് ശീലിച്ചൂടെ?
ആ ധൈര്യം നിങ്ങളെ ബലശാലിയാക്കും. ഈ നീച ജീവിതത്തിൽ നിന്നും നിങ്ങൾ എല്ലാവരെയും രക്ഷിക്കും. പേടി നിറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ബുദ്ധിയിൽ കുറച്ച് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ഭയമാണ് നിങ്ങളുടെ വിരോധി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഈ കൈകൾക്ക് എതിർത്ത് നിൽക്കാൻ പഠിപ്പിച്ചു കൊടുക്ക. ഈ പ്രശ്നങ്ങളൊക്കെ താനെ മാറിക്കോളും. ഈ അസുരനെ വധയ്ക്കാൻ ദൈവം വരുമെന്ന് കാത്തിരിക്കാണോ നിങ്ങള്? അത് ഒരിക്കലും സംഭവിക്കില്ല. ധൈര്യമായിരുന്നാൽ നമ്മൾ എല്ലാവരും ദൈവം തന്നെയാ. എന്തിനാ പേടിക്കുന്നത്? അവൻ നമ്മളെ ക്രൂരമായി എന്തെങ്കിലും ചെയ്യുന്നാണോ? എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ എല്ലാവരും മരിക്കാനുള്ളതല്ലേ? അത് നമ്മൾ കുറച്ച് ധൈര്യമായി നിന്ന് മരിച്ചാലോ നമ്മുടെ ചാവിന് ഒരു അർത്ഥം ഉണ്ടാവില്ലേ? ഒരു പ്രാവശ്യമെങ്കിലും ആ കോട്ടയെ എതിർത്ത് നിൽക്ക്. അപ്പൊ അവന്റെ ധൈര്യം എന്തുമാത്രമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പോകരുത്. നിക്കവിടെ. ഏതാണത്? എവിടെന്നാ കൂട്ടിട്ട് വന്ന ഈ മോളെ? കൊണ്ട് കളയടാ. അന്ന് നമ്മുടെ ഏരിയയിൽ വെച്ച് നമ്മളൊരു പെണ്ണിനെ കണ്ടില്ലേ? അതിസുന്ദരിയായ ഒരു പെണ്ണ്. അവളെ കൊണ്ടുപോടാ. എന്താണ് പുതുമണവാട്ടി? നിന്റെ കെട്ടിയോ നിന്നെ വീടിനകത്ത് വെച്ച് പൂട്ടിരിക്കായിരുന്നു. ഇനി അവന് നിന്റെ ആവശ്യം ഉണ്ടാവില്ല. എന്താടി, നീയും അവളെ പോലെ അഭിനയിക്കാണോ? നിന്നെ എതിർക്കാനുള്ള ശക്തി എനിക്കില്ല. ശവം പോലെ ഞാൻ കിടന്നോളാം. എന്ത് വേണമെങ്കിലും ചെയ്തോളാം. കാണിച്ചു തരാടി. എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? മുരുക, എന്റെ സ്വാമി അപ്പോഴത്തേക്ക് ഇങ്ങ് പോന്നു കളഞ്ഞ്. അവള് ശവം പോലെയാ കിടക്കുന്നേ. ശവത്തിന്റെ കൂടെ കിടന്ന് എനിക്ക് പരിചയമില്ല. ചേട്ടാ, നിങ്ങൾക്ക് ഒരവസരം കൂടി തരാം. അവളുടെ ഭർത്താവില്ലേ, അവനെ കൂട്ടിക്കൊണ്ടുപോവാ. ശരി ചേട്ടാ. അവന്റെ കൺമുമ്പിൽ വെച്ച് ഇവൾക്ക് നരകമെന്തെന്ന് കാണിച്ചു കൊടുക്കണം. എന്റെ ഭാര്യ ഒന്നും ചെയ്യാതടാ. ഞാൻ പറയുന്ന കേൾക്ക്. എന്റെ ഭാര്യ ഒന്നും ചെയ്യരുത്. അവളെ വിട്ടേക്ക്. നിന്റെ കാലിൽ വേണ ഞാൻ വിടാം. അവളെ ഒന്നും ചെയ്യരുത്.